കേരളത്തിലെ ഒരു CPM വിമതന്മാരുടെ ഒരു ചരിത്രമെടുത്താൽ ആ നാട്ടിൽ ഒരു വിലയുള്ള അല്ലെങ്കിൽ ആ നാട്ടിലൊരു വലിയ രീതിയിൽ ആളുകളുടെ ഇടയിൽ ഇടപെട്ട് പാർട്ടിയുടെ മൂല്യച്യുതികളെയൊക്കെ ചോദ്യം ചെയ്ത് പുറത്തു വന്ന ആളുകളെയാണ് സ്വാഭാവികമായും വിമതൻ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നത്. പക്ഷേ ശശിയുടെ കാര്യത്തിൽ ശശി തന്നെ ഒരു മൂല്യച്യുതികളുടെ ഒരു ഘോഷയാത്ര നടത്തി നിൽക്കുന്ന ഒരാളാണ്. അത് 2017 മുതൽ 2017 സ്ത്രീപീഡന ആരോപണം ഉയരുന്നു. അതിൽ പാർട്ടി അന്വേഷണം നടത്തുന്നു. അതിനുശേഷം ശശി ശശി നേതൃത്വം നൽകുന്ന ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം, പാർട്ടി ഫണ്ടിലെ തിരിമറി ആരോപണം, ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം, അങ്ങനെ ശശി തന്നെ അങ്ങനെ ഒരു പാർട്ടിയിൽ നിരവധി തവണ ആരോപണ വിധേയനായി സാമ്പത്തിക ആരോപണം അടക്കം നേരിടുന്ന അല്ലെങ്കിൽ ലൈംഗിക പീഡന ആരോപണം അടക്കം നേരിടുന്ന അതിൽ അന്വേഷണ കമ്മീഷനെ പാർട്ടി വെക്കുകയും അത് തരം താഴ്ത്തുകയും തെറ്റുകാരനാണെന്നും എല്ലാം പാർട്ടി തന്നെ കണ്ടെത്തുകയും ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി പാർട്ടി ശരിയല്ല എന്ന് പറയുകയും പാർട്ടി നേതാക്കൾ ശരിയല്ല എന്ന് പറയും. ശശി മാത്രമല്ല, ശശി പുറത്ത് പോയതിനു ശേഷം ശശി ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബാലിശമായ ആരോപണങ്ങളാണെന്ന് തോന്നുന്നു. DYFIയുടെ ഓഫീസിൽ കഞ്ചാവ് വലിയാണ് എന്നും പാർട്ടി കള്ളുകുടി സദസ്സിലിരുന്നാണ് ജില്ലാ സെക്രട്ടറി LC സെക്രട്ടറി തീരുമാനിക്കുന്നതെന്നും അങ്ങനെയുള്ള ആരോപണങ്ങളാണ് ശശി സ്വാഭാവികമായും ഉന്നയിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു തോന്നലെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പൊതുവെ വിമതരെ കണ്ടേക്കുന്നത് എങ്ങനെയാണ്? പാലക്കാട് തന്നെ നമ്മൾ മുരളിയെ കണ്ടിട്ടുണ്ട് വിമതനായിട്ട്, അതുപോലെ തന്നെ TP ചന്ദ്രശേഖരനെ വിമതനായിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് അവർക്കൊപ്പം നിന്ന ആളുകളെന്ന് പറഞ്ഞാൽ അത് അതെ അതിൽ അവർക്ക് ഉന്നയിക്കാൻ അല്ലെങ്കിൽ കാരണങ്ങളെങ്കിലും ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് ഈ പാർട്ടി പിന്നോട്ട് പോയെന്ന് അവർ പറയുന്ന അവരുടേതായ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ശശി എന്ന് പറയുന്ന ആൾ പാർട്ടിയിലുള്ളപ്പോൾ തന്നെ പാർട്ടിക്കാർ തന്നെ നിരവധി തവണ അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടെന്നും ഈ പറയുന്ന മൂല്യച്യുതി എന്നാണല്ലോ സ്വാഭാവികത്തിന് പ്രധാനം പറയുന്നത്. അതിൻ്റെ ഒരു പരമ്പര തന്നെ സ്വന്തം പേരിൽ തന്നെ ഉള്ള ഒരാളാണ് ശശി. അപ്പോൾ ആ ഒരു PK ശശി പുറത്തേക്ക് പോകുന്നത് അങ്ങനെ CPM ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ പറയുമ്പം MLA ആയിരുന്നു, മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, അങ്ങനെയുള്ള വലിയ കണക്കുകളൊക്കെ പറയാനുണ്ടെങ്കിൽ പോലും പക്ഷേ അത് ആ രീതിയിൽ CPM ബാധിക്കത്തക്ക പറ്റുന്ന ഒരു വലിയ നേതാവല്ല PK ശശി എന്നാണ് എൻ്റെ ഒരു തോന്നൽ.